ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിനം കൂടെ കാണുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ഈ പ്രഭാതവേളയിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് അപ്പോസ്തലൻ എഴുതിയതായ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാനതിവിടെ വായിക്കുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, അവൻ നിങ്ങളെ ഉയർത്തും. ഈ ഒരു നല്ല വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കണിശമായിട്ട് നാം ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ. അവിടെയും ദൈവത്തോട് അടുത്ത് ചെല്ലുക. നാം അങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്, കണിശമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ ദിനംദിന കൃത്യങ്ങളിൽ നാം ദൈവത്തോട് അടുക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതാണ്, അത് പവറാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുമെന്നുള്ളതായ ആപ്തവാക്യങ്ങളുണ്ട്. ആയതുകൊണ്ട് എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കരുതിയാൽ, അകൃത്യങ്ങൾ കരുതിയിരുന്നാൽ അത് ദൈവം കേൾക്കുകയില്ല. ആയതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തോട് എന്നാൽ നിങ്ങൾ അടുത്ത് വരും, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. അത് നമ്മുടെ ലോകത്തിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ അത് പലപ്പോഴും നമുക്ക് എതിരായിട്ട്, അതായത് ദൈവത്തിന് നിരക്കാത്തതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ചിന്തകൾ. അതായത് നമുക്കറിയാമല്ലോ, നാം ഒരു ദിവസം കിടക്കുമ്പോൾ നമ്മുടെ ചിന്ത പലപ്പോഴും കാട് കയറാറുണ്ട്. അത് ആ വഴി ഈ വഴി പെരുവഴികളിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അതിനൊക്കെയും എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ കണിശമായിട്ട് നമ്മുടെ ചിന്തകൾ ശുദ്ധിയുള്ളതാകും, നമ്മുടെ പ്രവർത്തികൾ ശുദ്ധിയുള്ളതാകും. എന്നാൽ ഇവിടെ പറയുന്നത് നാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴും. അതെ, ഈ ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു, അതിശയകരമായി അത്ഭുതകരമായി സൃഷ്ടിച്ചു. ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുക. അത് നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കണിശമായിട്ട് അത് ഉണ്ടായിരിക്കും. പറയുന്നത് ഈ പ്രെയർ ഇൻ ദ ഹോം, നമ്മുടെ ഭവനങ്ങളിൽ എപ്പോഴും പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ക്രിസ്തീയ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പൊ ആ കുടുംബ പ്രാർത്ഥന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ എന്താണ്? അത് ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ സകല ഭിന്നതകളെയും മാറ്റണം. അതെ, തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത് തന്നെയുമല്ല, നാം ദൈവത്തിന്റെ വചനം വായിക്കണം. കാരണം ദൈവത്തിന്റെ വചനത്തിലാണ് നമുക്ക് എന്തുണ്ട്? മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പറയാം, നമ്മുടെ എല്ലാവരും വ്യക്തികളാണ്. വ്യക്തികൾക്ക് അവരുടേതായ പ്രകൃതമുണ്ട്, അല്ലെങ്കിൽ സ്വഭാവമുണ്ട്, വ്യക്തിത്വമുണ്ട്. എന്നിരുന്നാലും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണം. അതാണല്ലോ പറയുന്നത്. ഈ ഹൃദയങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നമ്മെ ഉയർത്തും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മെ തന്നെ താഴ്ത്തി ഹൃദയം നുറുങ്ങിയതായ ഹൃദയത്തെ ദൈവം കാണും. അത് ദൈവം നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ഈ ദിവസം തുടങ്ങുമ്പോൾ കണിശമായിട്ടും നമ്മെ തന്നെ താഴ്ത്തി, പ്രത്യേകിച്ച് പറയുമ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ അന്ധകാരമായ അനേക കാര്യങ്ങളുണ്ട്. നമുക്ക് സംശയം ഉണ്ടാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് പിറുപിറുപ്പുണ്ടാകാനുള്ള വശമുണ്ട്. അത് കലഹത്തോടുകൂടി ജീവിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഇതൊക്കെയും നമ്മിൽ നിന്ന് മാറണം. നീ ഒരു ദൈവപൈതലല്ലേ, ഞാൻ ദൈവപൈതലല്ലേ. നമുക്ക് കണിശമായിട്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നമ്മെ തന്നെ ദൈവത്തിന് താഴ്ത്തി ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കണിശമായിട്ടും ഈ ദിവസം ദൈവം നമുക്കൊരു അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതേ കണിശമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പ്രിയ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളതിനെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. ഈ ഒരു ദിവസം കൂടി കാണുവാൻ ഞങ്ങളെ സഹായിച്ച നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയും കീഴിൽ താഴ്ന്നുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാനും ഞങ്ങളുടെ വരവനായി ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, കടമിട്ടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ അംഗങ്ങൾ, വിശ്വാസികൾ, അതുപോലെ തന്നെ സ്നേഹഭാചനങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനമുള്ളവരെ ഓർക്കുന്നു. അവർക്ക് ദൈവം ഒരു വർഷം കൂടി കൂട്ടിക്കൊടുത്തിരിക്കുക. നന്ദിയുടെ സ്തോത്രം. കർത്താവിൻ്റെ വരവിന് ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരിപ്പാൻ തക്കണം. കിട്ടുന്ന സമയത്തിലൊക്കെയും തക്കതായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വരവ് ദുരിതപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമുക്കൊരു ദിവസം കൂടെ തന്നു. കണിശമായിട്ട് ഈ ഒരു ദിവസം സന്തോഷപ്രദമായ ജീവിതമായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.